ഹരി ഓം ഹരേ ഗുരുവായൂരപ്പ ശരണം. നമ്മൾക്കിന്ന് മഹാഭാരതത്തിലോട്ട് പോവാം. പരേതരുടെ ഒരു പുനരാഗമനം. തന്നോട് ചെയ്തതൊന്നും മറക്കാനാവാത്ത ഭീമസേനൻ പറഞ്ഞ ക്രൂരമായ വാക്കുകൾ കേട്ടിട്ട് വിഷണ്ണരായി മാറിയ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും. അങ്ങനെ അവർ എല്ലാം ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സ്വീകരിക്കുവാൻ തീരുമാനിക്കുകയുണ്ടായി. കൂടെ തന്നെ വിദൂരനും സഞ്ജയനും അവരുടെ ഒപ്പം കാട്ടിലേക്ക് യാത്രയായി. യുധിഷ്ഠിരൻ യാചിച്ചിട്ടും ധൃതരാഷ്ട്രര് നിന്നില്ല. ഒടുവിൽ വ്യാസഭഗവാന്റെ ഉപദേശമാണ് യുധിഷ്ഠിരൻ്റെ ആ ഒരു വിഷമത്തെ അടക്കിയത്. അപ്പോഴാണ് മറ്റൊരു വേദന. കുന്തിദേവിയും തങ്ങളുടെ അമ്മയും അവരുടെ കൂടെ പോവാൻ തീരുമാനിക്കുന്നു. അതുകണ്ട് പാണ്ഡവർ തടയേണ്ടായി അമ്മയെ. ഇതിനു വേണ്ടിയായിരുന്നു എങ്കിൽ എന്തിനാണ് മാതാവേ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അനുമതി നൽകിയത്? നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്തിനാണ് രാജ്യം? ഇങ്ങനെ പറഞ്ഞവർ കരയേണ്ടായി. അപ്പോൾ കുന്തിദേവി പറഞ്ഞു, തട്ടിയെടുത്ത രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രം ആയിരുന്നില്ല, മറിച്ച് നിങ്ങളോടും പാഞ്ചാലിയോടും ചെയ്ത അനീതികളും അതിക്രമങ്ങളും ചോദ്യം ചെയ്യപ്പെടാതെ പോവരുത് എന്നതുകൊണ്ട് മാത്രമാണ് ഞാനെന്ന് അങ്ങനെ പറഞ്ഞത് എന്ന് കുന്തിദേവി പറഞ്ഞു. എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും കുന്തിദേവിയെയും പാണ്ഡവർക്ക് ആ വാനപ്രസ്ഥത്തിൽ നിന്ന് തടയാനായില്ല. അങ്ങനെ ആ വൃദ്ധജനങ്ങൾ കാട് പോകുവാൻ തുടങ്ങി. പാണ്ഡവർ അതീവ ദുഃഖിതനായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സഹദേവൻ യുധിഷ്ഠിരൻ്റെ മുൻപിൽ ചെന്ന് ഇപ്രകാരം പറയേണ്ടായി, ജ്യേഷ്ഠ, അങ്ങയുടെ ഹൃദയം അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയുന്നു ഞാൻ. കാര്യഗൗരവം ചിന്തിച്ച് അമ്മയെ കാണുവാനുള്ള ആഗ്രഹം ഞാൻ ഉണർത്താൻ ഇരുന്നതാണ്. അമ്മയുടെ മുടി ഇപ്പോൾ ജടയായിട്ടുണ്ടാവും അല്ലേ ജ്യേഷ്ഠ? ഈ കാശകുശകളുടെ മൂർച്ചയുള്ള അഗ്രഭാഗം കൊണ്ട് അമ്മയുടെ കൈകൾ മുറിഞ്ഞിട്ടുണ്ടാവുമല്ലേ? ഏറ്റവും സുഖമേറിയ മണിമാളികയിൽ ജീവിച്ചു വളർന്ന എൻ്റെ അമ്മ ഇപ്പോൾ തളർന്നിട്ടുണ്ടാവും. ആ ഒരു നിലയിലായിരിക്കും നമ്മൾ അമ്മയെ കാണുക അല്ലേ ജ്യേഷ്ഠ? വല്ലാതെ തളർന്ന മട്ടിൽ ദുഃഖിച്ചിരിക്കുന്നതായി കാണുന്നു. മർത്യരുടെ ഗതി നിത്യമല്ല, ശാശ്വതമല്ല. രാജപുത്രിയായ കുന്തിദേവി ഇപ്പോൾ കാട്ടിൽ ദുഃഖിച്ചിരിക്കുന്നു. സഹദേവൻ പറഞ്ഞത് കേട്ട് നാരീപ്രവരയായ പാർഷദീദേവി, അതായത് പാഞ്ചാലി ദേവി, രാജാവിനെ പൂജിച്ച് അഭിനന്ദിച്ചു പറഞ്ഞു, കുന്തിദേവിയെ കാണുവാൻ എന്നാണ് സാധിക്കുക? അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്നു എങ്കിൽ എനിക്ക് കാണണം. അങ്ങയുടെ പാദത്തിൻ കീഴിൽ ഞാനടക്കമുള്ള കുലവധുക്കൾ അങ്ങ് പറയുന്ന ഉത്തരവും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കുന്തി ഗാന്ധാരിമാരെയും ശ്വശുരനെയും കാണുവാൻ കാത്തുകൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇത് കേട്ട് യുധിഷ്ഠിരൻ യാത്രയ്ക്ക് പുറപ്പെടാൻ തീരുമാനിക്കേണ്ടായി. വിപ്രരോട് കൂടിയിട്ട് കുരുരാജാവായ യുധിഷ്ഠിരൻ മഗധസൂതന്മാരുടെ സ്തുതിഗീതം കേട്ടും തലയ്ക്കുമേലെ പിടിച്ച വെൺകുറ്റക്കുടയോടും കൂടി വലിയ തേർക്കൂട്ടത്തോടും കൂടി ഭാരത ചക്രവർത്തിയായ യുധിഷ്ഠിരൻ എഴുന്നള്ളി. കുന്നിനു തുല്യമായ ആനകളുമായിട്ട് ഭീമകർമാവായ ഭീമനും യന്ത്രായുധങ്ങൾ തയ്യാറാക്കിയിട്ട് യാത്രയായി. മാതൃപുത്രന്മാരും അപ്രകാരം തന്നെ സുസംവൃദ്ധരായിട്ട് തങ്ങളുടെ കുതിരപ്പുറത്ത് കയറി യാത്രയായി. ചട്ടയിട്ടുന്നതമായ ധ്വജമുയർത്തി അവർ പാഞ്ഞുപോയി. മഹാത്മാവായ അർജുനനും വെള്ളക്കുതിരകളെ കെട്ടിയ സൂര്യാഭമായ ആ രഥത്തിൽ കയറി തൻ്റെ ജ്യേഷ്ഠൻ്റെ പിന്നാലെ യാത്രയായി. പാഞ്ചാലി മുതലായ സ്ത്രീകളൊക്കെ പല്ലക്കിൽ കയറി. അവർ ധനം വിതറിക്കൊണ്ടാണ് പോയത്. അവർ സ്ത്രീജനാധ്യക്ഷയുടെ ആ രക്ഷയിലാണ് പോയത്. അഴകുള്ള പുഴകളുടെ തീരങ്ങളിലും പൊയ്കകളുടെ തീരങ്ങളിലും പാർത്തുകൊണ്ട് ആ കുരുപുങ്കവര് തങ്ങളുടെ യാത്ര തുടർന്നു. തേജസ്വിയായ യുയുത്സവം പുരോഹിതനായ ധൗമ്യനും യുധിഷ്ഠിര മഹാരാജാവ് കൽപ്പനപ്രകാരം ഹസ്തിനപുരത്തിൽ വസിച്ച് നഗര സംരക്ഷണം നടത്തി. അങ്ങനെ പതുക്കെ പാവനമായ യമുനാ നദി കയറിക്കടന്നു. രാജർഷി ശതരൂപൻ താമസിക്കുന്ന ആശ്രമം ദൂരെ നിന്നും കണ്ടു. അങ്ങനെ പൂർവാശ്രമത്തിൽ കേകേയ രാജാവായിരുന്ന ആ മുനിയുടെ ആശ്രമത്തിൽ ആയിരുന്നു ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിദേവിയും വിദൂരരും സഞ്ജയനും ഒക്കെ താമസിച്ചിരുന്നത്. കാൽനടയോടുകൂടിയിട്ട് പാണ്ഡവരും സ്ത്രീകളും അവിടേക്ക് ചെന്നു കയറി. അവരെ കണ്ടു. സഹദേവൻ തൻ്റെ അമ്മ നിൽക്കുന്ന ദിക്കിലേക്ക് ഉടനെ ഇറങ്ങിയോടി. അങ്ങനെ ആ ധീമാൻ, ആ ധീരൻ അമ്മയുടെ കാലിൽ പിടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. കണ്ണുനീർ മുഖത്തുകൂടി ഒഴുകുന്ന കുന്തി തൻ്റെ ഇഷ്ടപുത്രനെ നോക്കി കൈകളാൽ തഴുകി തലപൊക്കി തൻ്റെ പുത്രനെ നോക്കി. എല്ലാവരും പരസ്പരം സംസാരിച്ച് സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു.
അപ്പോഴാണ് ജടാധാരിയും ഒരു മരക്കഷ്ണം വായിൽ കടിച്ചു പിടിച്ചവനും കൃശനും ദിഗംബരനും ദേഹത്തിൽ ചേറണിഞ്ഞവനുമായിട്ട് വിദൂരര് കുറച്ചകലെ നിൽക്കുന്നതായിട്ട് യുധിഷ്ഠിരൻ കാണുകയായി. ആശ്രമത്തിലേക്ക് നോക്കി ഉടനെ പിന്തിരിഞ്ഞു പോകുന്ന സമയത്ത് വിദൂരരെ പിന്തുടർന്ന് ഒറ്റയ്ക്ക് യുധിഷ്ഠിരൻ ചെന്നു. അങ്ങനെ ചെടികളുടെയും മരങ്ങളുടെയും ഇടയിലൂടെ തൻ്റെ ചെറിയച്ഛൻ പോകുന്നത് യുധിഷ്ഠിരൻ കണ്ടു. എന്നിട്ടും വിദൂരര് നിന്നില്ല. അദ്ദേഹം യുധിഷ്ഠിരനെ കണ്ടു. എന്നിട്ട് കാണാത്ത പോലെ അദ്ദേഹം മുന്നോട്ടു പോയി. അപ്പോഴാണ് യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞത്, നിൽക്കൂ, അങ്ങൊന്നു നിൽക്കൂ, ഞാൻ അങ്ങയുടെ ഇഷ്ടനായ യുധിഷ്ഠിരനാണ്, നിൽക്കൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പണിപ്പെട്ട് വിദൂരരുടെ ആ പിന്നാലെ യുധിഷ്ഠിര മഹാരാജാവ് ഓടിച്ചെന്നു. വിജനമായൊരു ഏകാന്ത സ്ഥലത്ത് ചെന്നപ്പോൾ ആ കാട്ടിനുള്ളിൽ വിദൂരൻ ഒരു വൃക്ഷത്തിനടുത്തേക്ക് ചെന്ന് നിൽക്കുന്നത് കണ്ടു യുധിഷ്ഠിരൻ. ഏറ്റവും ക്ഷീണിച്ച വിധം പ്രാകൃത വേഷനായി നിൽക്കുന്ന വിദൂരനെ രാജാവ് കണ്ടറിഞ്ഞു. ആ ബുദ്ധിമാനായ യുധിഷ്ഠിരൻ കണ്ടറിഞ്ഞു. ഞാൻ യുധിഷ്ഠിരനാണ് എന്ന് പറഞ്ഞ് ആ വിദൂരൻ്റെ മുന്നിൽ നിന്നു. വിദൂരൻ അപ്പോൾ കണ്ണടയ്ക്കാതെ ചിമ്മാതെ യുധിഷ്ഠിരനെ നോക്കി കണ്ടു. അങ്ങനെ വിദൂരൻ ദൃഷ്ടി കൊണ്ട് സമാഹിതനായി ചേർത്തു. വിദൂരൻ ഗാത്രങ്ങൾ കൊണ്ട് ഗാത്രങ്ങൾ പോകി. പ്രാണൻ പ്രാണനിൽ ചേർത്ത്, ഇന്ദ്രിയം ഇന്ദ്രിയത്തിൽ ചേർത്ത്, തേജസ്സാൽ ഉജ്ജ്വലിക്കുന്ന വിദൂരൻ യോഗബലം പൂണ്ട് ധർമ്മരാജാവിൻ്റെ ഉടലിൽ പ്രവേശിച്ചു. അങ്ങനെ ആ നിമിഷം വിദൂരൻ്റെ ഉടൽ അങ്ങനെ നിശ്ചലമായി, ദൃഷ്ടികൾ സ്തബ്ധമായി, നിശ്ചലമായി. അങ്ങനെ ചൈതന്യം വിട്ട് വിദൂരർ ആ മരത്തിൽ ചായുന്നതായിട്ട് യുധിഷ്ഠിരൻ കണ്ടു. ഉടനെ തേജസ്വിയായ ധർമ്മരാജാവിന് താൻ കുറേ കൂടി ബലവാനും തേജസ്വിയുമായിരിക്കുന്നു എന്ന് തോന്നി. എന്നു തന്നെയല്ല, വിദ്യയെ കൈക്കൊണ്ട ആ പുണ്യപുരുഷൻ താൻ മനുഷ്യനായി പിറക്കുന്നതിന് മുൻപുള്ള സ്ഥിതിയും ഓർമ്മിക്കേണ്ടായി. അവിടെ തന്നെ വിദൂരൻ്റെ ആ മൃതദേഹം ദഹിപ്പിക്കുവാൻ യുധിഷ്ഠിരൻ വിചാരിച്ചു. അപ്പോൾ ആകാശത്തു നിന്ന് ഇപ്രകാരമുള്ള വാക്കുകൾ അശരീരിയായിട്ട് യുധിഷ്ഠിര മഹാരാജാവ് കേൾക്കണ്ടായി. രാജാവേ, വിദൂരൻ്റെ ദേഹം ദഹിപ്പിക്കരുത്, അവിടെ വിട്ടുപോയിക്കൊള്ളുക. അദ്ദേഹത്തിൽ അങ്ങയും അടങ്ങിയിരിക്കുന്നു. ഇത് ശാശ്വതമായ ധർമ്മമാണ്. വിദൂരനിൽ ധർമ്മപുത്രനും ധർമ്മപുത്രനിൽ വിദൂരനും അടങ്ങിയിരിക്കുന്നു. രണ്ടും ഒന്നാണ്. ധർമ്മത്തിൻ്റെ രണ്ട് രൂപത്തിലുള്ള അവതാരങ്ങളാണവർ. ഇപ്രകാരമുള്ള അശരീരി വാക്കുകേട്ട യുധിഷ്ഠിരൻ അവിടെ നിന്നും ക്ഷണത്തിൽ തന്നെ മടങ്ങേണ്ടായി. ധൃതരാഷ്ട്ര രാജാവിനോട് സംഭവങ്ങളെല്ലാം അറിയിച്ചു യുധിഷ്ഠിരൻ. അപ്പോൾ രാജാവും സർവ്വജനങ്ങളും ഭീമസേനൻ തുടങ്ങിയവരും ഏറ്റവും വലിയ അത്ഭുതത്തിൽ ആണ്ടുപോയി. അപ്പോൾ വ്യാസഭഗവാൻ അവിടേക്ക് വന്നു. അദ്ദേഹം ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞു: മാണ്ഡവ്യമുനിയുടെ ശാപം മൂലം വിദൂരനായിട്ട് ജന്മമെടുത്തതാണ് സാക്ഷാൽ ധർമ്മരാജാവ്, സാക്ഷാൽ യമദേവൻ. വിദൂരൻ മഹാബുദ്ധിമാനും മഹായോഗിയും മഹാത്മാവും മഹാശയനുമായിരുന്നു. ദേവന്മാരിൽ ബൃഹസ്പതി, അസുരന്മാരിൽ ശുക്രൻ. അപ്രകാരം നരന്മാരിൽ വിദൂരൻ ശ്രേഷ്ഠനാണ്. എന്നാൽ ഈ നരശ്രേഷ്ഠനെ പോലെ മുൻപ് പറഞ്ഞവർ പോലും ബുദ്ധിമാന്മാരല്ല. ചിരകാലമായിട്ട് നേടിവെച്ച തപോബലം ചെലവു ചെയ്തതാണ് മാണ്ഡവ്യമുനി സനാതനനായ ആ ധർമ്മനെ ശപിച്ചത്. അങ്ങനെയാണ് ദേവദേവനും സനാതനനും ആയ ധർമ്മൻ നിന്റെ അനുജനായിട്ട് പിറന്നത്. ആ ബുദ്ധിസത്തമനായ നിന്റെ അനുജൻ വിദൂരൻ ഇപ്പോൾ മഹാത്മാവായ ധർമ്മപുത്രനിൽ യുധിഷ്ഠിരനിൽ യോഗബലം കൊണ്ട് പ്രവേശിച്ചിരിക്കുന്നു. ധർമ്മം തന്നെയാണ് വിദൂരൻ, വിദൂരൻ തന്നെയാണ് പാണ്ഡുപുത്രനായ യുധിഷ്ഠിരൻ. കുരുരാജാവായ യുധിഷ്ഠിരനും യോഗത്താൽ ധർമ്മനാൽ ജനിപ്പിക്കപ്പെട്ടവനാണ്. യുധിഷ്ഠിരൻ ധർമ്മൻ്റെ അവതാരം തന്നെയാണ്. പണ്ട് മഹർഷിമാർ ആരും ലോകത്തിൽ ചെയ്യാത്തതായ ആശ്ചര്യം ഞാൻ നിങ്ങൾക്ക് എൻ്റെ തപസ്സിൻ്റെ സിദ്ധി കൊണ്ട് കാണിച്ചു തരാം. നീ എന്തിച്ഛിക്കുന്നുവോ ആ ഇഷ്ടം മകനെ ധൃതരാഷ്ട്ര നീ എന്നിൽ നിന്നും വരിച്ചു കൊള്ളുക. കാണാൻ ആഗ്രഹമുള്ളത്, തൊടാൻ ആഗ്രഹമുള്ളത്, കേൾക്കാൻ ആഗ്രഹമുള്ളത് ഏതോ അത് ആവശ്യപ്പെട്ടു കൊള്ളുക, അത് ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് വ്യാസഭഗവാൻ പറഞ്ഞു. അപ്പോൾ ധൃതരാഷ്ട്രർ പിതാവിനോട് ആവശ്യപ്പെട്ടത് യുദ്ധത്തിൽ മരിച്ച കുടുംബക്കാരെ ഒന്നുകൂടെ കാണണം എന്നതായിരുന്നു. ഗാന്ധാരിയും ഇതുതന്നെ ആവശ്യപ്പെട്ടു, പാണ്ഡവരും ഇതുതന്നെ ആഗ്രഹിച്ചു. കർണനെ കാണണം എന്നതായിരുന്നു കുന്തിദേവിയുടെ ആഗ്രഹം.
കുന്തിദേവി അതുതന്നെ പ്രകടിപ്പിച്ചു. അപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു, മഹാത്മാക്കളായ നരശർഭന്മാരെ കുറിച്ചിട്ട് ശോചിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. അവരെല്ലാവരും ക്ഷത്രധർമ്മസ്ഥരായിട്ടാണല്ലോ മൃതരായത്. അത് തീർച്ചയായിട്ടും സംഭവിക്കേണ്ടതായ ദേവകാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും ദേവാംശജന്മാരായിട്ട് ജനിച്ചവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഗന്ധർവന്മാരും ഗുഹ്യകന്മാരും പിശാചുക്കളും അശരന്മാരും ദേവർഷികളും സിദ്ധന്മാരും പുണ്യവാന്മാരും ദേവന്മാരും ദാനവരും സിദ്ധദേവർഷിമാരും കുരുക്ഷേത്രമായ പോർക്കളത്തിൽ സിദ്ധി കൂടി. അവരവരുടെ ആ അവതാരത്തിൻ്റെ കൃത്യം നിർവഹിച്ചതിനു ശേഷം തിരികെ സ്വർഗത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. എല്ലാവർക്കും വളരെ കാലമായിട്ടുള്ളിൽ നിൽക്കുന്നൊരു ദുഃഖമുണ്ടല്ലോ, അത് ഇപ്പോൾ ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞു വ്യാസഭഗവാൻ. ഇഹലോക ഭയവും പരലോക ഭയവും എല്ലാം ഞാനിപ്പോൾ തീർത്തു തരാം. നിങ്ങളെല്ലാവരും ഭാഗീരഥി നദീതീരത്തേക്ക് പോയിക്കൊള്ളൂ. അവിടെ വെച്ച് നിങ്ങൾക്ക് പോരിൽ കൊല്ലപ്പെട്ട എല്ലാവരെയും കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വേദവ്യാസ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എല്ലാവരും വലിയ ആഹ്ലാദത്തോടു കൂടിയിട്ട് സിംഹനാഥം മുഴക്കി ഗംഗാ തീരത്തേക്ക് നടന്നു. പാണ്ഡവന്മാരോടും അമാത്യന്മാരോടും കൂടിയിട്ട് ധൃതരാഷ്ട്രനും പോയി. വന്നു ചേർന്ന മഹർഷിമാരും ഗന്ധർവന്മാരും രാജാവിൻ്റെ കൂടെ ഗംഗാതീരത്തേക്ക് പോയി. ആ മഹാജനസമുദ്രം ആ ഗംഗാ നദിയുടെ സമീപത്തെത്തി. അങ്ങനെ അവർ ഗംഗാതീരത്തിൽ വലിയ പ്രീതിയോട് കൂടിയിട്ട് സുഖമായിട്ട് പാർപ്പുറപ്പിച്ചു. രാജാവും പാണ്ഡവരോട് കൂടിയിട്ട് ഇഷ്ടപ്പെട്ടൊരു ദിക്കിൽ കൂടെയുള്ളവരും ഒന്നിച്ച് നാരികളോടും വൃദ്ധരോടും കൂടിയിരിക്കേണ്ടായി. അന്നത്തെ പകൽ അവർക്കൊരു നൂറ്റാണ്ടുപോലെ ദീർഘമായി തോന്നിയത്രേ. പകൽ പോയി രാത്രി വരുവാൻ ഇത്ര വളരെ താമസം മുൻപ് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഈ മരിച്ച രാജാക്കന്മാരെ കാണാൻ രാത്രി അവർ കാത്തിരുന്നു. പിന്നെ സൂര്യൻ അസ്തമിച്ചു. ഉടനെ തന്നെ അവരെല്ലാവരും ഗംഗാ നദിയിൽ ഇറങ്ങി കുളിച്ച് പൂജാദികളെല്ലാം ചെയ്തു. രാത്രിയായി. അങ്ങനെ രാത്രിയായപ്പോൾ അവർ സായാഹ്ന ക്രിയകൾ ചെയ്തു. അവിടെ കൂടിയവരൊക്കെ ഇരിക്കെ വ്യാസഭഗവാൻ അവരുടെ സമീപത്തെത്തി. അങ്ങനെ മഹാത്മാവായ ധൃതരാഷ്ട്രൻ ശുദ്ധഹൃദയനായിട്ട് ശുദ്ധാത്മാവായിട്ട് ഏകാഗ്രചിത്തനായിട്ട് പാണ്ഡവരോടും മുനിമാരോടും കൂടിയിരുന്നു. ഗാന്ധാരിയുടെ സമീപത്തായിട്ട് നാരികളെല്ലാവരും, അതായത് സ്ത്രീകളെല്ലാവരും ഇരുന്നു. നഗരക്കാരും നാട്ടുകാരും പ്രായക്രമം അനുസരിച്ച് ഇരിക്കേണ്ടായി. പിന്നെ തേജസ്വിയായ വ്യാസഭഗവാൻ ഗംഗാജലത്തിൽ ഇറങ്ങിച്ചെന്ന് മരിച്ചുപോയ എല്ലാ യോദ്ധാക്കളെയും വിളിച്ചു. പാണ്ഡവരുടെയും കൗരവരുടെയും അവരെല്ലാവരെയും വിളിക്കേണ്ടായി. അപ്പോൾ കുരുപാണ്ഡവ പടയുടെ ബഹളമായ ശബ്ദം ജലത്തിൽ നിന്നുമുണ്ടായി. പിന്നെ ഭീഷ്മര്, ദ്രോണര് എന്നിങ്ങനെ ഓരോരുത്തരായിട്ട് എല്ലാ രാജാക്കന്മാരും ആ വെള്ളത്തിൽ നിന്ന് സൈന്യങ്ങളോടുകൂടി പൊങ്ങി വന്നു. വിരാട ദ്രുപദന്മാരും മക്കളുടെ മക്കളോടുകൂടിയിട്ട് പൊങ്ങി വന്നു. ഗഡോൽക്കജനും ഇരാവാനും ഉപപാണ്ഡവരും അഭിമന്യുവും എല്ലാവരും ഉയർന്നു വന്നു. കർണൻ, ദുര്യോധനൻ, മഹാരഥനായ ശകുനി, ദുശാസനൻ, സഹോദരന്മാർ, അങ്ങനെ മഹാബലന്മാരായ എല്ലാ ധാർത്തരാഷ്ട്രന്മാരും, ഭഗദത്തൻ, ജരാസന്ധൻ, ജലസന്ധൻ, യൂപധ്വജൻ, ശലൻ, ശല്യൻ, അനുജന്മാരോട് കൂടിയ വൃഷസേനൻ, രാജപുത്രനായ ലക്ഷ്മണൻ, ദൃഷ്ടദ്യുമ്നൻ്റെ മക്കള്, ശിഖണ്ഡിയുടെ പുത്രന്മാർ, അനുജന്മാരോടുകൂടി ദൃഷ്ടകേതു, അജലൻ, വൃഷകൻ, അലായുധ, നിശാചരൻ, ബാൽഹീകൻ, സോമദത്തൻ, ചേകിദാനൻ, ഇവരും മറ്റും പലരും ഗംഗാജലത്തിൽ നിന്നും പൊങ്ങി വന്നു. അങ്ങനെ എല്ലാവരും ഭാസുരമായ ദേഹത്തോടു കൂടിയവരാണ്. അവരെല്ലാവരും ജലത്തിൽ നിന്നും ഉയർന്നു. ഏതു വീരന് ഏതു വേഷമോ ഏതു കൊടിയോ ഏതു വാഹനമോ അതാത് വേഷത്തിൽ അവരെല്ലാവരും വന്നെത്തി. അങ്ങനെ രാജാക്കന്മാരെ കണ്ടു. എല്ലാവരും ദീപ്തമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു. എല്ലാവരും ദീപ്തമായ കുണ്ടലങ്ങൾ അണിഞ്ഞിരിക്കുന്നു. എല്ലാവരും ആ ദേഷ്യം, വൈരം വെടിഞ്ഞ് അഹങ്കാരം വെടിഞ്ഞവരായി മാറിയിരിക്കുന്നു. മത്സരവും ക്രോധവും ആർക്കും ഉണ്ടായിരുന്നില്ല. ഗന്ധർവന്മാർ പാട്ടുപാടുകയും ഈ വന്ധിമാർ വാഴ്ത്തുകയും ചെയ്തു. ദിവ്യമാല്യാംബരധരന്മാരും അപ്സര സ്ത്രീകളോട് കൂടിയവരുമായിരുന്നു എല്ലാവരും. ഈ സമയത്ത് പ്രീതനായ സത്യവതീസുതൻ തപോബലം കൊണ്ട് ധൃതരാഷ്ട്രന് ദിവ്യമായ ചക്ഷുസ് നൽകി, ദിവ്യമായ കണ്ണുകൾ നൽകി. ദിവ്യജ്ഞാന ബലത്തോടു കൂടിയിട്ട് കീർത്തിമതിയായ ഗാന്ധാരി തൻ്റെ മക്കളെ എല്ലാം കണ്ടു. പോരിൽ മരിച്ചുപോയ മറ്റുള്ളവരെയും കണ്ടു. അചിന്ത്യവും അത്ഭുതവുമായ ആ ഒരു കാഴ്ച
അത്രയും മനോഹരമായിരുന്നു എത്രേ. വിസ്മയത്തോടു കൂടിയിട്ട് അവരെല്ലാവരും കണ്ണടയ്ക്കാതെ സകലരെയും നോക്കിക്കണ്ടു. അങ്ങനെ വിസ്തൃതമായ തിരശീലയിൽ ചിത്രം കാണുന്നത് പോലെ കൗതുകത്തോടുകൂടി കണ്ടെല്ലാവരും ആശ്ചര്യപ്പെട്ടു ആ ഒരു കാഴ്ച. ധൃതരാഷ്ട്രൻ ദിവ്യദൃഷ്ടി കൊണ്ട് അവരെ എല്ലാവരെയും കണ്ടു. മുനീന്ദ്രൻ്റെ പ്രസാദം കൊണ്ട് എല്ലാവരും സന്തോഷിച്ചു. പുത്രന്മാർ മാതാപിതാക്കളുമായിട്ട് ചേർന്നു, ഭാര്യമാരുമായിട്ട് ഭർത്താക്കന്മാർ ചേർന്നു, ചേട്ടന്മാരുമായിട്ട് അനുജന്മാർ ചേർന്നു, ഇഷ്ടനുമായി ചേർന്നു. പാണ്ഡവന്മാർ വീരനായ കർണനോടും അഭിമന്യുവിനോടും കൂടി ഹർഷത്തോടുകൂടി ചേർന്നു നിന്നു. മുനിപ്രസാദം കൊണ്ട് ആ വിദ്വേഷം ഇല്ലാത്തവരായിട്ട് കേവലം പകയൊക്കെ കൈവിട്ട് പരസ്പര സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇപ്രകാരം എല്ലാവരും ഗുരുജനങ്ങളോടും ബന്ധുജനങ്ങളോടും ചേർന്നു നിന്നു. നരവ്യാഘ്രരായ കുരുക്കള് മക്കളോടും മറ്റു മന്നവന്മാരോടും കൂടിച്ചേർന്ന് ഉല്ലസിച്ചു. ആ രാത്രി മുഴുവനും ഇപ്രകാരം പ്രീതരായി സന്തോഷത്തോടു കൂടിയിട്ട് അവരെല്ലാവരും ഇരുന്നു. അങ്ങനെ ഈ ഒരു സന്തോഷം കൊണ്ട് ആ രാജാക്കന്മാരൊക്കെ വിചാരിച്ചു തങ്ങൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു എന്ന്. ഭർത്താക്കന്മാർ, മക്കള്, അച്ഛന്മാർ, ഭ്രാതാക്കൾ എന്നിവരോട് ചേർന്ന നാരിമാർ ഏറ്റവും സന്തോഷം പങ്കിട്ടു. ആ രാത്രി ആ വീരന്മാരും സ്ത്രീജനങ്ങളും തമ്മിൽ ഒരുപാട് സന്തോഷിക്കേണ്ടായി. പിന്നെ അവരൊക്കെ യാത്ര പറഞ്ഞ് പോവാൻ ഭാവിച്ചപ്പോൾ മഹർഷി അവരെയെല്ലാം അതാത് ലോകങ്ങളിലേക്ക് വിട്ടയക്കേണ്ടായി. എല്ലാവരും നോക്കി നിൽക്കെ തന്നെ അവർ പോയി മറഞ്ഞു. അവർ പുണ്യമായ ഗംഗാനദിയിലേക്ക് ഇറങ്ങി. ആ മഹാശയന്മാർ തേരും കൊടിയുമായിട്ട് അവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. ചിലർ ദേവലോകത്തെത്തി, ചിലർ ബ്രഹ്മസദസ്സിൽ ചെന്നു ചേർന്നു, ചിലരാവട്ടെ വരുണലോകത്തിലെത്തി, ചിലരാവട്ടെ വിത്തേശൻ്റെ ഗൃഹത്തിലും വന്നു ചേർന്നു, ചിലർ വൈവസ്വത ലോകത്തിലെത്തി, ചിലരാവട്ടെ ഉത്തരകുരുവിലും, ചിലരാവട്ടെ പിശാചുക്കളുടെ ലോകത്തിലും, ചിലരാവട്ടെ അസുരന്മാരുടെ ലോകത്തിലും ചെന്നെത്തി. വിചിത്രഗതിമാരായ ചിലർ ദേവന്മാരുടെ കൂടെയും ചേർന്നു. അവരൊക്കെ പോയതിനു ശേഷം വെള്ളത്തിലിറങ്ങി നിൽക്കുന്ന വ്യാസഭഗവാൻ ഭർത്താക്കന്മാർ മരിച്ചുപോയ ക്ഷത്രിയ സ്ത്രീകളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാണ് ഭർതൃലോകത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നത്? അവരിപ്പോൾ ഗംഗാജലത്തിൽ ഇറങ്ങിക്കൊള്ളുവിൻ, മടിക്കേണ്ട. അങ്ങനെ ആ മഹർഷിയുടെ വാക്കുകൾ കേട്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടിയിട്ട് മുഖ്യ നാരിമാരായ കുറച്ച് സ്ത്രീകൾ ആ മുനിയുടെ അനുവാദത്തോടു കൂടിയിട്ട് ഗംഗാജലത്തിൽ ഇറങ്ങി മുങ്ങി. അങ്ങനെ മനുഷ്യദേഹം കൈവിട്ട് തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൂടിച്ചേർന്നു ആ സ്വാതികളെല്ലാവരും. ഇങ്ങനെ ശീലഗുണമുള്ള ആ പതിവ്രതകളായ ക്ഷത്രിയ സ്ത്രീകൾ മുക്തകളായിട്ട് ഭർതൃലോകം പ്രാപിച്ചു. ദിവ്യമായ രൂപമെടുത്ത് ദിവ്യ മാല്യാംബരം ചാർത്തി തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് തുല്യം ശീലാഗുണം ചേർന്നവർ ആ വിമാനത്തിൽ കയറി ക്ഷീണം കൂടാതെ അവരവരുടെ സ്ഥാനത്ത് എത്തിച്ചേർന്നു. ഏതൊരാൾക്ക് ഏതൊരാഗ്രഹം ജനിച്ചുവോ അതൊക്കെ ധർമ്മവത്സലനും വരദനുമായ വ്യാസഭഗവാൻ നൽകേണ്ടായി. ഈ ഒരു കഥ കേട്ട് നാനാ നാട്ടിലുള്ള ജനങ്ങളും രോമാഞ്ചകഞ്ചുകം അണിഞ്ഞു പോയത്രേ. ഈ കഥ വൈശംപായനിൽ നിന്നും കേട്ട ജനമേജയന് വിശ്വസിക്കാനായില്ല എന്നാണ് പറയുന്നത്. എനിക്കും വരദനായ വ്യാസഭഗവാൻ പ്രായരൂപത്തോടു കൂടി എൻ്റെ അച്ഛനെ കാണിച്ചു തന്നാൽ ഭഗവാൻ പറയുന്നതൊക്കെ എനിക്ക് ബോധ്യമാകും, ഞാൻ വിശ്വസിക്കാം. എനിക്ക് ഏറ്റവും പ്രിയമുള്ളൊരു കാര്യമാണ് എൻ്റെ പിതാവിനെ കാണാൻ സാധിക്കുന്നത്. ഞാൻ കൃതാർത്ഥനാവും ഇക്കാര്യത്തിൽ. ഋഷിമുഖ്യൻ്റെ പ്രസാദം കൊണ്ട് ഞാൻ വിചാരിച്ചത് ഫലിക്കണം എന്ന് പറഞ്ഞു. ഇപ്രകാരം ആ രാജാവ് പറഞ്ഞപ്പോൾ പ്രതാപവാനായ വേദവ്യാസൻ ആ ഭഗവാൻ പ്രസാദിച്ചു. പരീക്ഷത്തിനെയും വരുത്തി. ആ പ്രായത്തിലും ആ രൂപത്തിലും സ്വർഗത്തിൽ നിന്നും വന്ന നരേന്ദ്രനെ, ശ്രീമാനായ പിതാവിനെ ജനമേജയ മഹാരാജാവ് കാണുകയായി. മഹാനായ ശമീകനെയും ശമീകൻ്റെ പുത്രനായ ശൃംഗിയെയും അമാത്യന്മാരെയും സ്വർഗത്തിൽ നിന്നും വന്നവരായിട്ട് രാജാവ് ദർശിച്ചു. പിന്നെ സസന്തോഷം പിതാവിനോടുകൂടി ജനമേജയൻ ഭക്ഷണം കഴിച്ചു, സ്നാനം ചെയ്തു, താനും സ്നാനം ചെയ്തു. അതിനുശേഷം പരീക്ഷിത്ത് തിരികെ പോയി. ജനമേജയൻ സംപ്രീതനായി മാറി. എന്നിട്ട് വൈശംപായനോട് കഥ തുടരുവാൻ അപേക്ഷിക്കേണ്ടായത്രേ. പിതാക്കളെയും മാതാക്കളെയും വന്ദിച്ച ശേഷം പാണ്ഡവരാദികൾ ഹസ്തിനപുരത്തേക്ക് തിരിച്ചുപോയി. കുറേ നാളുകൾക്ക് ശേഷം നാരദമുനി യുധിഷ്ഠിരൻ്റെ ആ രാജസഭയിൽ എത്തിച്ചേരേണ്ടായി. നാരദരോട് യുധിഷ്ഠിര മഹാരാജാവിനാകെ ചോദിക്കാനുള്ളത് താപസ ജീവിതം നയിക്കുന്ന തൻ്റെ മാതാപിതാക്കളുടെ വിശേഷങ്ങൾ മാത്രമായിരുന്നു. ധൃതരാഷ്ട്രാദികൾ കാട്ടുതീയിൽ മരണപ്പെട്ടു എന്ന ദുഃഖവാർത്ത ആയിരുന്നു നാരദർക്ക് പറയാനുണ്ടായിരുന്നത്. ധൃതരാഷ്ട്രർ വായിലൊരു കല്ല് കടിച്ചു പിടിച്ച് കാറ്റുമാത്രം ഭക്ഷണമാക്കി മുനിയായിട്ട് 6 മാസക്കാലം എല്ലും തൊലിയുമായിട്ട് തപസ് ചെയ്യുകയായിരുന്നു എത്രേ. മാസത്തിൽ ഒരിക്കൽ മാത്രം വെള്ളം കുടിച്ച് ഗാന്ധാരിയും കുന്തിയും ജീവിച്ചു.
സഞ്ജയനാവട്ടെ 6-ാമത്തെ ദിവസം ഒരു നേരം മാത്രം ഉണ്ടുപാർത്തു. അങ്ങനെ ഒരു നാൾ കാറ്റടിച്ച് ഉത്കടമായിട്ട് കാട്ടുതീ പടർന്ന് കത്തി ആ കാടൊക്കെ ചുട്ടരിച്ചു. ചുറ്റും തീ പടർന്നു പിടിച്ചു. മാൻകൂട്ടവും പാമ്പുകളും ചുറ്റും വേവുന്ന സമയത്ത് പന്നിക്കൂട്ടം വെള്ളം കണ്ട ദിക്കിലേക്ക് പാഞ്ഞു. ആ സമയത്ത് കാടൊക്കെ കൂടി ഒന്ന് ആളിക്കത്തേണ്ടായി. അതിൽ മഹാദുഃഖമാണ്ട് ഉണ്ണാതെ ആ മന്ദപ്രാണ ചേഷ്ടിതനായ അന്ധനും മെലിഞ്ഞ അമ്മമാർക്കും ഒഴിച്ചു പോകുവാൻ വയ്യാതെയായി. കാട്ടുതീ അരികത്ത് എത്തിയത് കണ്ടപ്പോൾ ആ രാജാവ് സഞ്ജയനോട് ഇപ്രകാരം പറഞ്ഞു: സഞ്ജയ, നീ ഒഴിഞ്ഞു പോയിക്കൊള്ളുക. തീയില്ലാത്ത ദിക്കിലേക്ക് നിനക്ക് ഒഴിഞ്ഞു പോകുവാൻ കഴിയും. ഞങ്ങൾ ഈ അഗ്നിയേറ്റ് ആ പരസൽഗതി നേടിക്കൊള്ളാം. സഞ്ജയ, ഭവനം വിട്ട ഞങ്ങൾക്ക് ഈയൊരു മരണം, ഈ മൃതി അനിഷ്ടമല്ല. വെള്ളം കൊണ്ടോ തീ കൊണ്ടോ കാറ്റുകൊണ്ടോ ഉപവാസ വികർഷണം കൊണ്ടോ മരണം വരിക്കാം. അത് താപസന്മാർക്ക് പറഞ്ഞിട്ടുള്ള ആ മൃതിയാണ്, മരണമാണ്. സഞ്ജയ, നിനക്ക് പോകാം, നീ വൈകരുത് എന്ന് പറഞ്ഞ് സഞ്ജയനോട് പറഞ്ഞ് ഉള്ളുറപ്പിച്ച് ധൃതരാഷ്ട്രര് കിഴക്കോട്ട് തിരിഞ്ഞ് ഗാന്ധാരിയോടും കുന്തിയോടും കൂടിയിരുന്നു. അപ്രകാരം കിഴക്കോട്ട് അഭിമുഖമായിട്ട് അഗ്നിയിൽ സ്വയം ആഹൂതി ചെയ്യുവാൻ ഇരിക്കുന്ന തൻ്റെ രാജാവിനെ കണ്ട് സഞ്ജയൻ വലം വെച്ചു. മേധാവിയായ സഞ്ജയൻ യോഗം കൈക്കൊള്ളുവാൻ പറഞ്ഞു. ബുദ്ധിമാനായ ഋഷിപുത്രൻ ധൃതരാഷ്ട്രര് അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ ചെയ്യേണ്ടായി. ഇന്ദ്രിയങ്ങൾ അടക്കി മുട്ടി പോലെ ഇരിപ്പായി, അതായത് ഈ മരം പോലെ ഇരിപ്പായി. ഗാന്ധാരിയും കുന്തിദേവിയും അങ്ങനെയിരിക്കെ കാട്ടുതീയിൽപ്പെട്ട് വെന്ത് ദഹിച്ചു പോയി. ധൃതരാഷ്ട്രരും കാട്ടുതീയിൽപ്പെട്ടുപോയി. അങ്ങനെ രക്ഷപ്പെട്ട സഞ്ജയനെ താപസന്മാരോട് കൂടിയിട്ട് നാരദര് ഗംഗാതീരത്ത് വെച്ച് കണ്ടു. തേജസ്വിയായ സഞ്ജയൻ ഈ വൃത്താന്തം അവരോടൊക്കെ പറഞ്ഞ് അവരോടൊക്കെയും യാത്ര പറഞ്ഞ് ഹിമാലയ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ഗാന്ധാരിയും കുന്തിയും ധൃതരാഷ്ട്രരും ഇരുന്ന സ്ഥലത്ത് നാരദര് പിന്നീട് യാദൃശ്ചയാ പോവുകയും അവിടെ ചെന്നപ്പോൾ എല്ലുകൾ കണ്ടുമുട്ടുകയും ചെയ്തു. പിന്നെ ആ മഹർഷിമാർ തപോവനത്തിലേക്കായിട്ട് ചെന്നു. മരണത്തെ കേട്ടിട്ട് അവർ ദുഃഖിച്ചില്ല. കാരണം എന്താണ്? പുണ്യമായ ഗതിയാണ് അവർക്ക് ലഭിച്ചത്. എന്തുകൊണ്ടെന്നാൽ അവർ സ്വയം ഇഷ്ടത്തോടുകൂടി അഗ്നിയെ ഏറ്റെടുത്തതാണ്. ഗാന്ധാരി ദേവിയാവട്ടെ, കുന്തി ദേവിയാവട്ടെ, ധൃതരാഷ്ട്രരാവട്ടെ അഗ്നിയിൽ സ്വയമേവ ആഹൂതി ചെയ്തതാണ്. ഇത് കേട്ട് യുധിഷ്ഠിരൻ ആ പരിസര ബോധം പോലും ഇല്ലാതെ കരഞ്ഞ് അലയുവാൻ തുടങ്ങിയത്രേ. ഭീമൻ തുടങ്ങിയിട്ടുള്ള ഭ്രാതാക്കന്മാരുടെ ആ മക്കളുടെ നിലവിളി കൊണ്ട് അന്തപുരം വലിയ രോദന ശബ്ദം കൊണ്ട് നിറഞ്ഞു. കുന്തി ദേവിയുടെ മരണം അത് കേട്ടതിലുള്ള ദുഃഖം സഹിക്കാതെ ആ കുന്തി ദേവിയുടെ മക്കള് വലഞ്ഞുപോയി. മക്കൾ മരിച്ചുപോയ ആ വയസ്സായ രാജാവും പാവമായ ഗാന്ധാരിയും കാട്ടുതീയിൽ വെന്തുപോയി എന്ന വൃത്താന്തം കേട്ട് ദുഃഖിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഗാണ്ഡവത്തിൽ സവ്യസാചി അഗ്നിയെ വെറുതെ തർപ്പിച്ചു. ഉപകാരം നനയ്ക്കാത്ത കൃതജ്ഞനാണ് ആ അഗ്നി എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഭഗവാൻ സവ്യസാചിയുടെ അമ്മയെ ചുട്ടുകളഞ്ഞില്ലേ? വിപ്രനെന്ന വ്യാജേന ഭിക്ഷയ്ക്ക് ആര് കയറി വന്നുവോ ആ അഗ്നി മോശക്കാരൻ തന്നെയാണ്, മഹാപാപി തന്നെയാണ് എന്നെല്ലാം പറഞ്ഞു കരഞ്ഞു. പാർത്ഥൻ്റെ ആ സത്യസന്ധതയും മോശം തന്നെയാണ്. ആ രാജാവിനെയും അഗ്നി ദഹിപ്പിച്ചു കളഞ്ഞില്ലേ? തപസ്വിയായ ആ രാജർഷിയെയല്ലേ അഗ്നി ചുട്ടുകളഞ്ഞത്? ഇങ്ങനെ ഒരു മൃത്യു സംഭവിക്കുവാൻ എന്താണ് കാരണം? ഏറ്റവും മെലിഞ്ഞ് വിറച്ച് അമ്മ കുന്തിദേവി മോനെ, മകനെ യുധിഷ്ഠിര വരൂ, ഭീമ വരൂ, അഗ്നി ഇതാ വന്നു വിഴുങ്ങുന്നു, മക്കളെ ഓടി വന്ന അമ്മയെ പിടിച്ച് ഈ തീയിൽ നിന്നും രക്ഷിക്കൂ എന്നെല്ലാം അമ്മ ഭയപ്പെട്ട് നിലവിളിച്ചിട്ടുണ്ടാവില്ലേ? ഇതെല്ലാം ഓർത്ത് എൻ്റെ ഇടനെഞ്ചാണ് പൊട്ടിപ്പോകുന്നത് മുനെ എന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ. ചുറ്റുമാളി കത്തുന്ന ആ കാട്ടുതീയിലല്ലേ എൻ്റെ അമ്മ പെട്ടത്. ഇതിലും വലിയൊരു ആപത്ത് എന്താണ് ഒരാൾക്ക് സംഭവിക്കുക? സഹദേവനാണ് മക്കളിൽ വെച്ച് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. എന്തു ഫലം? ഈ ഒരു ആപത്തിൽ നിന്ന് അമ്മയെ കയറ്റുവാൻ അവന് കഴിഞ്ഞോ? ഇല്ലല്ലോ. ആ വീരനായ മാതൃകുമാരനും കഴിഞ്ഞില്ല. യുധിഷ്ഠിരൻ ഇങ്ങനെ കരയുന്നത് കണ്ട് നാരദര് പറഞ്ഞു, നീ എന്തിനാണ് ഭാരത, യുധിഷ്ഠിര, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ധൃതരാഷ്ട്ര മഹാരാജാവ് വെറുതെ അങ്ങനെ അഗ്നിയിൽ കിടന്ന് വെന്തു മരിക്കുകയില്ല. ഉണ്ടായത് യുധിഷ്ഠിര, അതിനെപ്പറ്റി ഞാൻ കേട്ടത് നിന്നോട് പറയാം. വായുഭക്ഷണം മാത്രമായി അദ്ദേഹം വനത്തിൽ കയറിയപ്പോൾ ഇഷ്ടം കൊണ്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ യാചകന്മാർ നിർജ്ജനമായ കാട്ടിൽ അഗ്നിയെ ഉപേക്ഷിച്ചിട്ട് യഥേഷ്ടം പോയി ഭരതസത്തമ. ആ അഗ്നി അങ്ങനെ ഉണക്കപ്പുല്ലിൽ പിടിച്ച് പടർന്ന് വർദ്ധിച്ചതാണ് പോലും. അതുകൊണ്ടാണ് ഈ കാട് വെന്തത് എന്നാണ് താപസന്മാർ പറയുന്നത്. ആ രാജാവ് ആ ഗംഗയുടെ വക്കിൽ ഞാൻ മുൻപ് പറഞ്ഞ മാതിരി ആ സ്വന്തം അഗ്നി കൊണ്ട് തന്നെ വെന്തതാണ്. ഇപ്രകാരമാണ്
ആ മുനിമാരെന്നോട് പറഞ്ഞത്. ഗംഗാതീരത്ത് വെച്ച് ഞാൻ കണ്ട മുനികൾ പറഞ്ഞതാണിതെല്ലാം. യുധിഷ്ഠിര, ഇപ്രകാരം താൻ ജ്വലിപ്പിച്ച് ആരാധിച്ചർപ്പിച്ച അഗ്നിയായി അദ്ദേഹം ചേർന്നുപോയി. സൽഗതിയാണ് അദ്ദേഹം പൂകിയത്. അതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി നീ ഒരിക്കലും ദുഃഖിക്കരുത്. ഗുരു ശുശ്രൂഷയാൽ നിൻ്റെ അമ്മയും ആ വലിയ സിദ്ധിയെ പ്രാപിച്ചു. എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഭവാൻ അവർക്ക് വേണ്ട ആ ഉദകക്രിയകൾ ചെയ്യുക. ഭ്രാതാക്കന്മാരോട് കൂടിയിട്ട് ഉദകക്രിയ ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നാരദമുനി പറഞ്ഞു. ഇത് കേട്ട് യുധിഷ്ഠിരൻ സമാധാനപ്പെട്ടു. സഹോദരങ്ങളോട് കൂടിയിട്ട് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്ത് ധർമ്മപുത്രൻ തൻ്റെ ആ ദുഃഖത്തെ വെടിയേണ്ടായി. ഹരി ഓം ഹരേ കൃഷ്ണ.